ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 4ാം സെമസ്റ്ററിലെ ഭാഷാഭേദങ്ങളും പ്രാദേശിക പാഠങ്ങളും എന്ന 2ാമത്തെ പാഠത്തിലെ 3ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായി വരുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ പ്രസക്തിയാണ്. 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വീഡിയോയിൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, കുട്ടികൾക്ക് പലതരത്തിലുള്ള അവകാശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളത്. ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കണമെങ്കിൽ ആദ്യം ഗുണമേന്മയുള്ള ഒരു പാഠ്യപദ്ധതി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവകാശാധിഷ്ഠിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടുന്നതിനുള്ള സമഗ്രമായ സ്കൂൾ വികസന പരിപ്രേക്ഷ്യം നടപ്പിലാക്കുന്നതിന് പാഠ്യപദ്ധതിയെ നമ്മൾ അന്തർദേശീയ നിലവാരത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അന്തർദേശീയ നിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നിലവാരമല്ല. കുട്ടി ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആർജിക്കേണ്ട അറിവുകളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് അന്തർദേശീയ നിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ പലതരത്തിലുള്ള മികച്ച ബോധന മാതൃകകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അവയെല്ലാം കേരളത്തിലെ കുട്ടികൾക്ക് ലഭ്യമാക്കാനുള്ള അവസരമാണ് നമ്മൾ ഇതിലൂടെ തുറന്നു കൊടുക്കേണ്ടത്. ഇങ്ങനെ കൃത്യമായ കാഴ്ചപ്പാടുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമ്മുടെ പാഠ്യപദ്ധതിയെ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് എവിടെയാണെങ്കിലും കുട്ടികൾക്ക് അവർ ആർജിച്ചതും അനുഭവിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പുരോഗമനം നേടാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത വരുന്ന ടോപ്പിക്കാണ് മലയാളത്തിൻ്റെ ബോധന രീതിയും പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷാ പഠനവും. നമുക്കറിയാം, ഭാഷ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അതിനെ ആദ്യം പരിഗണിക്കുന്നത്. കൂടാതെ ഒരു ജനതയുടെ സ്വത്വബോധവും സംസ്കാരവും പ്രതിഫലിപ്പിക്കാനും ഭാഷ ഉപയോഗിക്കുന്നു. കൂടാതെ സാമൂഹിക ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിനും ലോകത്തിൻ്റെ ഗതിവിഗതികൾ തിരിച്ചറിയുന്നതിനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നതും ഭാഷയാണ്. നമ്മളിലേക്ക് അറിവ് സ്വീകരിക്കാനും അത് വിനിമയം ചെയ്യാനുമുള്ള നല്ലൊരു മാധ്യമം കൂടിയാണെന്ത് ഭാഷ. നമ്മളിൽ വിജ്ഞാനം കുറേ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ആവശ്യമായ രീതിയിൽ പ്രയോഗിക്കാനും വിനിമയം ചെയ്യാനും ഭാഷ അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. കൂടാതെ മനുഷ്യവംശത്തിന് മാത്രമുള്ള അമൂല്യ സ്വത്തായ ഭാഷയുടെ സ്വാംശീകരണം ഓരോ വ്യക്തിയിലും ജനനം മുതൽ ആരംഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ വ്യക്തിയിലും അല്ലെങ്കിൽ ഓരോ കുട്ടികളിലും അവരുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ആർജിക്കുന്ന ആശയങ്ങളും ഭാവങ്ങളും കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്ദർഭോചിതമായി വിനിമയം ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. നമ്മളിലേക്ക് കുറേ കാര്യങ്ങൾ ചുറ്റുപാടിൽ നിന്നും അല്ലാതെ എത്തുന്നുണ്ട്. ആ എത്തുന്ന കാര്യങ്ങളെല്ലാം അതേ അർത്ഥത്തോടെ ആത്മവിശ്വാസത്തോടെ വിനിമയം ചെയ്യാൻ ഭാഷ കൃത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ സ്വാഭാവിക പഠനത്തിലൂടെ നമ്മുടെ ചുറ്റുപാടിലൂടെ കുറച്ച് ഭാഷയെല്ലാം ആർജിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അവയെല്ലാം നമ്മളിലുള്ള ഈ പ്രാദേശിക ഭാഷയെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും മറ്റുള്ളവരും ഉപയോഗിക്കുന്ന ഭാഷയെല്ലാം അതിനെ ഔപചാരിക തലത്തിലെത്തിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെത്തി അത് ചിട്ടപ്പെടുത്തുന്നതിലൂടെയാണ്. ഭാഷാ പഠനം അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളിലും അവർ ആർജിച്ചെടുത്ത ഭാഷയെ ചെത്തുമിനുക്കി നന്നാക്കാനുള്ളൊരവസരം, അതായത് ഇതിനനുകൂലമായ രീതിയിലാണ് ഭാഷാ പഠനം ക്രമീകരിക്കേണ്ടത് എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഭാഷാ പാഠപുസ്തകങ്ങൾ, പഠനരീതി, മൂല്യനിർണ്ണയം എന്നിവയിൽ ഗുണകരമായ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സമഗ്രവും, അതായത് എല്ലാം കൂടി കോർത്തിണക്കിയതും യഥാർത്ഥവും ജീവിതത്തിന് ഉപയുക്തവുമായ സന്ദർഭങ്ങളിലൂന്നിയ ഭാഷാ പഠന രീതിയാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എങ്ങനെയുള്ള ഭാഷാ പഠന രീതിയാണ്? സമഗ്രമാണ്, യഥാർത്ഥമാണ്, ജീവിതത്തിന് ഉപയുക്തവുമായ സന്ദർഭങ്ങളിലൂന്നിയ ഭാഷാ പഠന രീതിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. കൂടാതെ ഈ രീതി സ്വതന്ത്ര വായനയ്ക്കും അർത്ഥോൽപാദനത്തിനും സ്വതന്ത്ര ആവിഷ്കാരത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. സ്വതന്ത്ര വായനയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, അർത്ഥോൽപാദനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, സ്വതന്ത്ര ആവിഷ്കാരത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്.
ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയും വായനയിലെയും എഴുത്തിലെയും കൃത്യതയും സൂക്ഷ്മതയും ഉറപ്പാക്കുകയും ചെയ്യുന്ന സമീപനമാണ് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ഭാഷാ വികാസം എന്ന് പറയുന്നത് അവരുടെ വൈജ്ഞാനിക വികാസവുമായും ചിന്താശേഷിയുടെ വളർച്ചയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭാഷാ വികാസം എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക വികാസവുമായും ചിന്താശേഷിയുടെ വളർച്ചയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിതാവിൻ്റെ ചിന്താശേഷി ചടുലമാക്കാനും സർഗാത്മകമാക്കാനും നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അത് കുറച്ച് ഘട്ടങ്ങളുണ്ട്. അവയാണ്: ഒന്ന്, ഊഹിക്കുക, ഭാവനയിൽ കാണുക, പ്രവചിക്കുക, വിവരിക്കുക, വർണ്ണിക്കുക. ഇങ്ങനെ പഠിതാവിൻ്റെ ചിന്താശേഷി ചടുലമായും സർഗാത്മകമായും ഉപയോഗപ്പെടുത്തുന്നതിന് അനിവാര്യമായ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ അധ്യാപകർക്ക് കഴിയണം. ഈ ഊഹിക്കാനുള്ള ശേഷിയും അത് ഭാവനയിൽ കാണാനും ആ കണ്ട കാര്യങ്ങളെ പ്രവചിക്കാനും വിവരിക്കാനും വർണ്ണിക്കാനുമെല്ലാമുള്ള അവസരം ഓരോ അധ്യാപകനും നൽകുന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാമാണ് ലഭിക്കേണ്ടത്, അധ്യാപകർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇനി ഭാഷാ പഠനത്തിലൂടെ കുട്ടികൾ നേടേണ്ട പഠന നേട്ട മേഖലകൾ ഏതെല്ലാം നോക്കാം. ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുമ്പം അതിലൂടെ എന്തെല്ലാം പഠന നേട്ടങ്ങളാണ് കുട്ടികൾ നേടേണ്ടത് എന്നുള്ളതാണ് അടുത്തതായി നോക്കാൻ പോകുന്നത്. ആകെ 12 കാര്യങ്ങളാണ്. ആദ്യത്തേതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവും വിധം ശുദ്ധവും സ്പഷ്ടവുമായ ശ്രാവ്യ വായന നടത്തൽ. രണ്ടാമത്തേത് കേട്ട് മനസ്സിലാക്കൽ. 3, വായിച്ച് ആശയം ഗ്രഹിക്കൽ. 4, ആസ്വദിക്കൽ. ആദ്യത്തെ 4 ഒന്നുകൂടി പറയാം. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ശുദ്ധവും സ്പഷ്ടവുമായിട്ട് വായിക്കാൻ പറ്റണം. പിന്നെ വായിച്ച കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റണം. ആ വായിച്ചതിൻ്റെ ആശയം ഗ്രഹിക്കാൻ പറ്റണം. പിന്നെ ആ വായന ആസ്വദിക്കാനും പറ്റണം. ഈ 4 കാര്യങ്ങളാണ് ആദ്യത്തെ പഠന നേട്ടങ്ങളിൽ വരുന്നത്. പിന്നീട് വരുന്നവയാണ് ആശയപ്രകാശനം ഫലപ്രദമാക്കുന്നതിനുള്ള രചനാ തന്ത്രങ്ങൾ പരിചയപ്പെടൽ, രചനകളുടെ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കൽ, ആശയങ്ങളും അനുഭവങ്ങളും വിവിധ മാധ്യമങ്ങളിൽ ആവിഷ്കരിക്കൽ, സർഗാത്മക രചന, പദാവലി വികസിപ്പിക്കൽ. ഒന്നുകൂടെ നോക്കാം. കുട്ടികളിലുള്ള ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ ഫലപ്രദമാവുന്ന തരത്തിലുള്ള രചനാതന്ത്രങ്ങൾ പരിചയപ്പെടുന്നത്, ആ രചനകളുടെ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയണം, ആശയങ്ങളും അനുഭവങ്ങളും വിവിധ മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ കഴിയണം, അതുപോലെ സർഗാത്മക രചനയ്ക്കുള്ള അവസരം നൽകണം, കൂടാതെ അവരുടെ പദാവലി വികസിപ്പിക്കുന്നതും കൂടെ ആവണം. അതിനുശേഷം വരുന്നതാണ് അക്ഷരബോധം, സാഹിത്യരൂപങ്ങളെയും കലാരൂപങ്ങളെയും വിലയിരുത്തൽ, IT അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തൽ. പദാവലിക്ക് ശേഷം കുട്ടിയിൽ അക്ഷരബോധം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ സാഹിത്യരൂപങ്ങളെയും കലാരൂപങ്ങളെയും വിലയിരുത്താൻ പറ്റണം. IT അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ച് വിവരശേഖരണം നടത്താനും കഴിയണം. ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.